ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 29ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും നാളുകൾക്ക് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുൻപ് എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള കുടുംബാംഗം തന്നെയായ ഒരു വ്യക്തി എൻ്റെ പക്കലെത്തിയിട്ട് വളരെ ഗൗരവത്തോടെ ആ വ്യക്തിയുടെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ, ബന്ധനങ്ങൾ, സാമ്പത്തിക മേഖല കെട്ടുപെട്ട അവസ്ഥ, ഇതെല്ലാം പറഞ്ഞിട്ട് ഇതൊന്ന് പരിഹരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു. വളരെ പ്രതീക്ഷയോടെ വന്നിരിക്കുന്നത്, കാരണം അത്ര അടുത്ത കുടുംബാംഗമായതുകൊണ്ട് യാതൊരു ശങ്കയില്ല, എനിക്ക് അടുത്തറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഇഷ്ടം പോലെ എടുത്തു കൊടുക്കാനായിട്ട് തമ്പുരാൻ എനിക്ക് കൈ നിറയല്ല പെട്ടിക്കകത്ത് പോക്കറ്റ് തന്നിരിക്കുന്ന ഒന്നല്ല ഡെലിവറൻസ് എന്ന് പറയുന്നത്. അത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. ആ രീതിയിൽ നമ്മൾ വരണം. ഇങ്ങനെ ബുദ്ധിമുട്ടോടുകൂടെ നിരുത്സാഹപ്പെടുന്ന രീതിയിൽ തിരിച്ചു പറയേണ്ടി വരുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അച്ഛൻ്റെ ഇഷ്ടം പോലെ കൊടുക്കാൻ പറ്റുന്നല്ല ഈ കാര്യം. അത് ഈശോ തന്നെ ഭൂമിയിലേക്ക് വന്നിട്ട് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനായിട്ട് വന്ന ഈശോ ദൈവപുത്രൻ നേരെ വന്ന് ഓടി നടന്ന സകല പിശാച് പതിനെ സുഖപ്പെടുത്തുകയായിരുന്നില്ല. ശരിയാണ്, പിശാച് പദ്ധതികൾക്ക് ഈശോ അത്ഭുതകരമായി വിധത്തിലുള്ള സംഭവങ്ങൾ പലതുണ്ട് ബൈബിളിൽ. അതിനെന്റെ പ്രസക്തിയുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ ഈശോ പഠിപ്പിച്ച കാര്യം എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മർക്കോസ് 1:14-15 നമുക്കറിയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങോട്ട് ഈശോ പറയുകയാണ്. ദൈവം നേരെ ചെയ്തു പോകുന്ന കാര്യങ്ങളുടെ ഒരു വെളിപ്പെടുത്തലല്ല ഈശോ തന്റെ ദൗത്യം ജീവിതം വഴി ചെയ്തത്. ഇവരെ സമീപിച്ചിരിക്കുന്നു, ആർക്കും ഇവിടെ കടന്നു വരാം. പക്ഷെ വരുന്നവർ ചില കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, അനുദപിക്കണം. അതാണ് നമ്മൾ മാമോദിസ സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ അച്ഛൻ പള്ളിക്ക് പുറത്ത് മാമോദിസ ആരംഭിക്കും, ചോദിക്കും 3 ചോദ്യങ്ങൾ. പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു? ആഗ്രഹം ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം. ആഗ്രഹം കൊണ്ടാണ് മാമോദിസ വാങ്ങാൻ വരുന്നത്. ചോദിക്കുക വീണ്ടും, നീ ആഗ്രഹിക്കുന്നുണ്ടോ അടിമത്ത് മോചനം പ്രാപിക്കാൻ? അതിനെ ഈശ്വരൻ ചോദിച്ചു തന്റെ പക്കലേക്ക് വരുന്ന ആൾക്കാരോട് ദൈവരായി സമീപിച്ചിരിക്കുന്നു, ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്വീകരിക്കാൻ? എങ്കിൽ കൊള്ളാം, നല്ല കാര്യം. രണ്ടാമത്തെ ഈശോ പറയാണ് അനുദപിക്കണം. അതിന് മാമോദിസയ്ക്ക് വരുമ്പോൾ അച്ഛൻ ചോദിക്കുന്നത്, പാപമാർഗവും നീ ഉപേക്ഷിക്കുന്നുവോ? നീ അനുദപിച്ച് പാപങ്ങൾ ഉപേക്ഷിക്കണം, പിശാചിന്റെ ആഡംബരങ്ങളും സേവകളും നീ ഉപേക്ഷിക്കാൻ നീ തയ്യാറാകണം. അച്ഛൻ തയ്യാറായ പോരാ, ഈശോ ആഗ്രഹിച്ചാൽ പോരാ, നീ തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തേത് ഈശോ പറഞ്ഞ് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതാണ് മാമോദിസയ്ക്കുള്ള 3ാം ചോദ്യം. യേശു ക്രിസ്തുവിന്റെ രക്ഷകർത്താവ് നീ സ്വീകരിക്കുന്നു? യേശുവിന്റെ സുവിശേഷം, അവിടുത്തെ സുവിശേഷത്തിൽ വിശ്വസിച്ച് അവിടുത്തെ രക്ഷകനായിട്ട് നീ സ്വീകരിക്കുന്നു? ഇത് ഉത്തരം കൊടുക്കണം, ഞാൻ സ്വീകരിക്കുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ അനുവർത്തിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു വിടുതലിലേക്ക് വരാനായിട്ട് പറ്റുകയുള്ളൂ. ഈ 3 കാര്യങ്ങൾക്ക് തയ്യാറാകാത്ത ഒരു വ്യക്തിക്ക്, ആ വ്യക്തി ഈശോയോട് തന്നെ എത്ര ചേർന്ന ആളാണെങ്കിൽ പോലും വിടുതൽ കിട്ടിയാല. നമ്മള് ഒരു സെഷൻ തൊട്ട് പറയുകയുണ്ടായി, യൂദാസ്കറിയാത്ത ഈശോ അറിഞ്ഞ കൂട്ടി നടത്തിയ ആളായിരുന്നിട്ട് പോലും സാത്താന്റെ ആവാസമുണ്ടായി ഈശോ അടുത്തായിരിക്കുമ്പോൾ തന്നെ. പത്രോസിന് ഈശോയുടെ ഒന്നാമത്തെ പ്രമുഖൻ, ഒന്നാമത്തെ മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ആളായിരുന്നിട്ട് പോലും പത്രോസിനോട് സാത്താൻ സംസാരിച്ചു. സാത്താൻ തട്ടി മറിച്ചിട്ട് ഈശോ തട്ടി പറഞ്ഞു. ഈശോ തന്നെ പഠിച്ച പത്രോസിനോട് നമ്മൾ കണ്ടതാണ് റൈറ്റ് സെഷനിൽ. എന്നിട്ടും പത്രോസിന് സംരക്ഷണം കിട്ടുന്നില്ല. അപ്പൊ ഒരു വ്യക്തി സംരക്ഷണത്തിലേക്ക് വരണമെങ്കിൽ, വിടുതൽ പ്രാപിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈശോ വചനത്തിലൂടെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്, സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, മാമോദിസയ്ക്ക് വരുന്നതിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രക്രിയയുടെ ഒരു വ്യക്തി കടന്നു വന്നെങ്കിൽ മാത്രമേ ഒരു വിടുതലിന്റെ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. വളരെ നേരം സൂചിപ്പിച്ച പോലെ നിലനിൽക്കുന്ന വിടുതൽ കിട്ടുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ഞാൻ ഈ 5 ദിവസം ധ്യാനത്തിലൂടെ കൊടുക്കുന്നത്. അവിടെ 5 കാര്യങ്ങളാണ് പിശാചിന് കടന്നു കയറാൻ അവസരം കിട്ടിയത് തിരിച്ചറിഞ്ഞ് തിരുത്തി പരിഹരിച്ച് പഴുതടച്ച് സംരക്ഷണത്തിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് ധ്യാനത്തിൽ അടിപൊളിയായിട്ട് കാണിക്കുന്നത്. 1, വ്യക്തിപരമായ പാപത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അനുദപിച്ച് മോചനം പ്രാപിക്കണം. 2, മറ്റുള്ളവരുടെ തെറ്റുകൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് തയ്യാറാവണം. 3, നമ്മുടെ തന്നെ സ്വന്തം പദ്ധതികളും പ്ലാനുകളും ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് സ്വയം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഈശോ പറഞ്ഞില്ലേ, സ്വയം ഉപേക്ഷിച്ച് കുരിശുമെടുത്ത് വരണം, എങ്കിലും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വിട്ടുകൊടുക്കുന്ന തയ്യാറാകണം.
നാലാമത്തേത്, നമ്മുടെ കാര്യങ്ങള്, നമ്മുടെ ലൈഫും കാര്യങ്ങളും ശരിയാക്കിയാൽ മാത്രം പോരാ. പലപ്പോഴും മുൻ തലമുറകളിലൂടെ അവസരം കിട്ടിയിട്ട് നമ്മിലേക്ക് അങ്ങനെ കെട്ടിട്ട് പാരമ്പര്യ മേഖലയിലൂടെ കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ പിടുത്തങ്ങൾ കിടക്കുന്നത് തിരിച്ചറിയണം. കുടുംബ വൃക്ഷ വിശുദ്ധീകരണത്തിന് മേഖല ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തെ, ഇത്ര നമ്മൾ ചെയ്താൽ പോലും നമ്മൾ താമസിക്കുന്ന വീടും സ്ഥലവും പുരയിടും പറമ്പും ഒക്കെ ബന്ധപ്പെട്ട് പിശാചിന് കിട്ടിയ അവകാശം നമ്മിലേക്ക് വന്നിട്ട് നമ്മൾ ജനിക്കുന്ന അനുഭവം ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ 5 മേഖലകള് ശ്രദ്ധിച്ച് അവിടെയുള്ള പഴുതുകളൊക്കെ തിന്മയുടെ അവകാശങ്ങൾ വന്ന് കയറി കിടക്കുന്നത് തിരിച്ചറിഞ്ഞ് വചനശ്രവണത്തിലൂടെ, തനിച്ചുള്ള പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, ആത്മശോധനയിലൂടെ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ട തീരുമാനമെടുത്ത് തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങി കുമ്പസാരിച്ചും ഹൃദയപൂർവ്വം ക്ഷമിച്ചും പൂർവ്വർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും സമ്പൂർണ്ണമായിട്ട് സ്വയം വിട്ടുകൊടുത്തും അവരുടെ സ്ഥലത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ജനിക്കപ്പെടുന്ന പോലെ പ്രാർത്ഥനകളിലേക്ക് ഇറങ്ങി തിരിച്ചും അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മൾ സമ്പൂർണ്ണ വിടുതലേക്ക് കടന്നു വരേണ്ടത്. ഇത് ചെയ്യാതെ നമ്മൾ അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്, അടുത്ത കുടുംബക്കാരാണ്, അല്ല അയൽക്കാരാണ്, ഇത് പറഞ്ഞുകൊണ്ടൊന്നും നമുക്കൊരു വിടുതലിലേക്ക് ഒരു വ്യക്തി കുടുംബത്തെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സഹായ സംരക്ഷണവും സഹമുള്ള സഹോദരരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.